കണ്ടാലൊരു മഞ്ഞ് പോലെ ഉണ്ടല്ലേ? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ആർക്കും കഴിക്കാട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാനേ 2 പ്രാവശ്യം ഉണ്ടാക്കി. ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ രുചി അറിഞ്ഞപ്പോഴേ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഹെൽത്തിയുമാണ്. അപ്പോഴേ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലേ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലോ പ്രോട്ടീൻ റിച്ചും ആയതുകൊണ്ടേ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ? ഞാനിവിടെ 2 എഗ് വൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ എഗ് വൈറ്റ് എടുക്കുന്ന സമയത്ത് ഈ യെല്ലോ പാർട്ട് ഇതിലേക്ക് വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 ഞാൻ ദേ ഇതുപോലെ എടുക്കുന്നുണ്ട്. നമ്മളിതേ ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് തേനാണ് ചേർക്കുന്നത്. അല്ലാത്ത രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിലേ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിനനുസരിച്ച് 1.5 ടേബിൾ സ്പൂണോ തേനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മഞ്ഞ് കട്ട പോലെ കിടക്കും കേട്ടോ. ഇതേ കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ ആയി വരും കേട്ടോ. ഇത് നമ്മളെ എടുക്കുന്ന സമയത്ത് താഴെ വീഴാത്ത പരുവത്തിലായിരിക്കണം. ഇപ്പം കണ്ടല്ലോ, ഞാൻ ഇത് തട്ടുന്ന സമയത്ത് താഴെ പോകുന്നില്ല. ഈ ഒരു പരുവം വരെ നിങ്ങളിത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ മധുരത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണേ. മാത്രമല്ല ഇത് മധുരം ഇല്ലാത്തതും കിട്ടും. അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതേ ഈ എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷേപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ദേ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുത്താൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. മുകളിലും ഞാൻ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്ക് എഗ് വൈറ്റ് മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചോക്ലേറ്റ് ചിപ്സ് ഇതിലേക്ക് വരുമ്പോഴേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇനി നമുക്കിത് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഇത് ട്രയൽ നിന്ന് എടുക്കാം. ഞാൻ 2 ബേക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം മറ്റതിനേക്കാൾ കുറച്ചുകൂടെ അങ്ങ് വെന്ത് പോയിട്ടുണ്ട്. എന്നാലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, നല്ല പഞ്ഞി പോലൊരു ഐറ്റം. മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു ചോക്ലേറ്റും അതിൻ്റെ കൂടെ ഈ ഒരു എഗ് വൈറ്റും വല്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ലാത്തവർ ഫോളോ ചെയ്യാനും മറക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.